ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പം ഇന്ന് ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഡേ വൺ എന്ന് പറഞ്ഞ പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ചിരിക്കാൻ എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം ചിരിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഇപ്പൊ അറിയാത്ത ആൾക്കാർക്ക് പോലും എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പം രാവിലെ എഴുന്നേൽക്കുമല്ലോ. എഴുന്നേറ്റ ഉടനെ തന്നെ ബെഡിൽ നമ്മൾ എണീച്ച് ഇരുന്ന ഉടനെ തന്നെ നിങ്ങൾ കണ്ണ് തുറക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആ ഒരു സ്മൈൽ കർവ് ശരിക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് വൈഡൻ ചെയ്തിട്ട് എഴുന്നേൽക്കുകയെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ കളറായിരിക്കും. ഓക്കെ. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ ഫസ്റ്റ് തോട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് തോട്ട് എന്താണോ അതായിരിക്കും നമ്മൾ എന്നുള്ളതാണ്. ഓക്കെ. അപ്പം നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചൈനക്കാര് പറയുന്ന ഒരു വലിയൊരു തോട്ട് ഉണ്ട്. നമ്മൾ ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചിരി നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഓരോരോ ഗിഫ്റ്റ് ആണെന്ന് പറയാം. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വലിയ ഇഷ്ടമല്ല. എല്ലാത്തിനും പൈസ ഒന്നും ചെലവാക്കി നമുക്ക് ഗിഫ്റ്റുകൾ വാങ്ങിച്ചു വെക്കാനും കൊടുക്കാനും പറ്റില്ല. പ്രത്യേകിച്ച് ദൈവത്തിനൊക്കെ നമ്മൾ എങ്ങനെയാ മെസ്സേജ് അയക്കുക? മൂപ്പർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് പ്രയറോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങളുടെ ചിരിയാണ്. നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്തിന്റെ ആ ഒരു വൈബ്രേഷൻ അല്ലേ? നമ്മുടെ ബോഡിയിൽ ഉണ്ടാവില്ല. എന്തായാലും ഒരു നമ്മൾ ചിരിക്കുക എന്ന് പറയുന്നത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ മനസ്സിൽ തന്നെ. ഞാൻ എപ്പോഴും സന്തോഷവതിയാണെന്നുള്ള ഒരു ഡയലോഗ് നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പൊ പറഞ്ഞു കേട്ടോ. ഞാൻ എപ്പോഴും എല്ലായ്പ്പോഴും സന്തോഷവതിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇവിടുന്ന് ഒരു ചെറിയൊരു അനക്കം വരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൈ ഇവിടെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എന്തായാലും അതുണ്ടാവും. അത് നിങ്ങൾക്ക് ഈ കംഫർട്ടബിൾ ആയ ഭാഷ ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് ആവും, ചില ആൾക്കാർക്ക് മലയാളം ആയിരിക്കും, ചില ആൾക്കാർക്ക് ഹിന്ദി ആയിരിക്കും. വാട്ടെവർ നിങ്ങളുടെ ഭാഷ എന്തായാലും അത് നിങ്ങൾ പറയുമ്പോഴത്തേക്ക് ആ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ആവും. അപ്പൊ ഇന്ന് മുതൽ ഇനി വരുന്ന 10 ദിവസവും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം നിങ്ങളിത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാം. നമ്മള് മനസ്സിൽ ഹാർട്ടിൽ കൈ വെച്ചിട്ട് പറയാം, ഞാൻ എല്ലായ്പ്പോഴും സന്തോഷവതിയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മനസ്സിൽ നിങ്ങളുടെ മുഖം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മളൊരു ഫോട്ടോ എടുക്കുവാണ് കേട്ടോ. ഇന്നിപ്പോ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് വെക്കണം നിങ്ങളുടെ കയ്യിൽ. നല്ല ചിരിച്ചോണ്ടുള്ള. നമ്മളെപ്പോഴും കണ്ടിട്ടില്ലേ ഫോട്ടോ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുമ്പം സ്മൈൽ പ്ലീസ് എന്നൊരു ഡയലോഗ് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളടുത്ത് ചിരിച്ചു പോകും. അല്ലേ? ഈ ചിരിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് നമുക്കറിയാം. ഇത് ഫോട്ടോ എടുക്കാനാണ് നമ്മൾ പോയിട്ടുള്ളതെന്നും, ഈ ഫോട്ടോ കുറേ ദിവസം ഞാൻ സൂക്ഷിച്ച് വെക്കേണ്ടതാണെന്നും, ഈ ഫോട്ടോയിൽ ഞാൻ കരഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ ഇതെന്നെ കാണേണ്ടവരെന്ന് നമുക്കറിയാലോ. അപ്പൊ നമുക്ക് നമ്മളെ കാണുമ്പോ ചിരിച്ചിട്ടുള്ളതല്ലേ കാണാൻ ഇഷ്ടം. അപ്പൊ ഇന്ന് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സെൽഫിയോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ചിരിച്ചിട്ട് എടുത്തിട്ട് നിങ്ങൾ സ്ക്രീൻ സേവർ ആയിട്ട് വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം ചില ആൾക്കാർക്ക് എന്റെ ഫോട്ടോ എടുത്താൽ എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ വേറെ ആളെ കൊണ്ട് എടുപ്പിച്ചോ. നിങ്ങള് ചിലപ്പം എന്താ പറയാ കാൻഡിഡ് ആയിട്ടോ എങ്ങനെയാണോ വോട്ടെവർ ഒരു നല്ല ചിരിച്ചോണ്ടുള്ള ഫോട്ടോ എടുത്തിട്ട് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ഉള്ള കാര്യം. ഡേ വണ്ണിലെ ആക്ടിവിറ്റി അല്ല ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഫോട്ടോ നിങ്ങൾക്ക് ഈ 10 ദിവസവും നിങ്ങൾക്ക് രാവിലെ ഫോൺ എടുക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഫോൺ എടുക്കുന്ന പരിപാടിയുള്ള ആൾക്കാര് കുറച്ച് 10 ദിവസത്തേക്ക് അത് മാറ്റി വെക്കണം. നമ്മൾ രാവിലത്തെ 1 മണിക്കൂറിന് ശേഷമേ ഫോൺ എടുക്കൂ എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതണം. അത്രയും മുട്ടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ 1 മണിക്കൂർ മുന്നേ എഴുന്നേറ്റോ. മനസ്സിലായോ? എന്നിട്ട് അത് കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ. കാരണം ഈ 1 മണിക്കൂറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങള് രാവിലത്തെ 1 മണിക്കൂർ നിങ്ങൾ കൊടുക്കുന്ന എന്ത് ചിന്തയാണോ അതായിരിക്കും അന്നത്തെ ഒരു ദിവസം ഡിസൈൻ ചെയ്തത്. ഒരു ദിവസം ശരിയായിട്ടില്ല, ഒരാഴ്ച ഒരിക്കലും നന്നാവില്ല. ഈ ഒരാഴ്ച നന്നായിട്ടില്ലെങ്കിൽ ഒരു മാസം ശരിയാവില്ല. കൊല്ലം മുഴുവൻ ഞാൻ പറയും ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ ഭഗവാനെ. എന്തിനാ അങ്ങനെ പറയാൻ നിക്കുന്നെ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ദിവസം. ഇനിയിപ്പോ 1 മണിക്കൂർ എനിക്ക് എന്തായാലും ഫോൺ എടുത്തേ പറ്റൂ. ചെറിയ ആൾക്കാർ വർക്കിംഗ് പ്രൊഫഷണൽസോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു അരമണിക്കൂർ മുമ്പേ എഴുന്നേൽക്കല് മാത്രാണുള്ളൂ. ഇതില് വേറെ ഓപ്ഷനും എക്സ്ക്യൂസ് ഒന്നും ഇല്ല. ഈ ചലഞ്ചിന്റെ റിസൾട്ട് 100% നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലത്തെ 1 മണിക്കൂർ നിങ്ങൾ എന്ത് വില കൊടുത്തും ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല ട്ടോ. ഇനിയിപ്പോ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആ ലിങ്കും പ്രസ് ചെയ്തിട്ട് പിന്നെ വാട്സപ്പിലോട്ടും യൂട്യൂബിലോട്ടും ഇൻസ്റ്റാഗ്രാമിലോട്ടൊന്നും പോവാതെ അത് കഴിഞ്ഞ് അവിടെ വെച്ചേക്കുക. നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഞാന് നേരത്തെ പറഞ്ഞത് കേൾക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാൻ നല്ല ചിരിച്ചു നിൽക്കുന്നത്. ഓക്കെ. ഞാനിപ്പം ഇപ്പൊ എല്ലാരും വീഡിയോ ഓണാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒന്ന് ഓണാക്കുക. എന്നിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ശരിക്കും നിന്നോളെ. ശരിക്കും നിന്നോളൂ. സ്മൈൽ പ്ലീസ്. നമ്മൾ ചിരിച്ചു നിൽക്കുക കേട്ടോ. ചിരിച്ചു നിൽക്കുക. നമുക്ക് സ്മൈൽ കർവ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സ്മൈല് വരുന്ന സമയത്ത് നമുക്ക് പുതിയൊരു ന്യൂറൽ പാത്വേയും കൂടെ ക്രിയേറ്റ് ആവും.
ഒരു ദിവസം ചെയ്ത് അത് വരൂല കേട്ടോ. രണ്ടാമത്തെ ദിവസം ചെയ്ത്, മൂന്നാമത്തെ ദിവസം ചെയ്ത്, നാലാമത്തെ ദിവസം ചെയ്ത്. നിങ്ങൾ ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ബ്രെയിൻ വേവ്സ് വന്നിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങളെ ഹാപ്പി ആക്കുക എന്നുള്ളത് അവർക്ക് ചെയ്തേ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഡിസേർവ് ചെയ്തിട്ട് ഇരിക്കുവാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഹാപ്പി ആവേ പറ്റുള്ളൂ. മനസ്സിലായോ? അതാണ് നമ്മുടെ ടാർഗറ്റ്. 10 ഡേയ്സ് നിങ്ങളുടെ ഫസ്റ്റത്തെ ആക്ടിവിറ്റി ഇതാണ്. ഇന്നത്തെ ചെയ്യേണ്ട കാര്യമാണ് ഇത്. ഇപ്പൊ ചെയ്യേണ്ട കാര്യം. ഈ ക്ലാസ് കട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സെൽഫി എടുക്കുക, നല്ല ചിരിച്ചുകൊണ്ട് വെക്കുന്നത്. അത് സ്ക്രീൻ സേവർ ആയിട്ട് വെക്കുക. മൊബൈൽ എടുക്കുമ്പോഴത്തേക്ക് അത് കാണണം. അപ്പൊ നിങ്ങൾക്ക് തോന്നണം ഈ മൊബൈൽ അല്ല നമ്മുടെ മെയിൻ പരിപാടി, ചിരിക്കുക എന്നുള്ള കാര്യമാണ്. മനസ്സിലായോ? അപ്പം ഇതില് ഫസ്റ്റത്തെ 1 മണിക്കൂർ മൊബൈൽ എടുക്കാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ കൊടുക്കുന്ന ചിരി നമുക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് ഈ ചിരി. ഓരോ ചിരിക്കുമ്പോഴും മൂപ്പര് നിങ്ങൾക്ക് അതിനുള്ള റിവാർഡ് തന്നുകൊണ്ടിരിക്കുവാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. പിന്നെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യം. നമുക്ക് എല്ലാത്തിനും എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് വേണം. ദൈവത്തിലോട്ടേക്ക് കടക്കാനുള്ള ഈസി മെത്തേഡ് ഇതാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പം കാരണം എന്താണെന്നറിയോ, നമ്മളെ വാല്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് അറിയണല്ലോ, അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. ലൈഫ് സ്റ്റൈലിന്റെ റൊട്ടീൻ ഒക്കെ തുടങ്ങി 1 മാസം നന്നായിട്ട് ചെയ്തു, 2ാമത്തെ ദിവസം കഷ്ടപ്പെട്ട് ചെയ്തു, 3ാമത്തെ മാസം നമ്മൾ കാണാനേ ഇല്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. എവിടെ പോയി എന്റെ റൊട്ടീനൊക്കെ? എന്താ അത് പോയി പോന്നത്? നിങ്ങൾക്ക് ആ ബേണിംഗ് ഡിസയർ ഉള്ളിന്ന് വരാത്തോണ്ട് മാത്രമാണ് കേട്ടോ. ആ ഡിസയർ എങ്ങനെ ഉണ്ടാക്കും? ഇത് എന്റെ ആവശ്യമാണ്, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാറുന്നത് എന്നുള്ള ഒറ്റ തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വന്നാൽ മതി. പിന്നെ ഒരു ശക്തിക്കും നിങ്ങളെ മാറ്റാൻ പറ്റൂല മക്കളെ. നിങ്ങൾ കാണുന്നില്ല, റിമി ടോമിനൊന്നും പിടിച്ചാ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഓളെ അമ്മ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഓള് നിർത്തൂല. കാരണം അതിന്റെ ഹാപ്പിനെസ് എത്രത്തോളാണെന്ന് ആൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇത് ഈ ഹാപ്പിനെസ് ചലഞ്ചിൽ ഓരോ ദിവസം ഓരോ ആക്ടിവിറ്റീസ് ആണ്. ഈ ആക്ടിവിറ്റി ഇന്നത്തെ ദിവസം മാത്രമേ ഞാൻ പറയുള്ളൂ. പിറ്റത്തെ ദിവസം വേറെ ആയിരിക്കും. പക്ഷേ ഇത് നിങ്ങൾ ഇവിടെ നിർത്തരുത്. ഇതിന്റെ കൂടെയാണ് അടുത്ത ദിവസത്തെ ആക്ടിവിറ്റി കൊണ്ടുവരുന്നത്. കുഞ്ഞു കുഞ്ഞു ടാസ്ക് ആണേ തരുന്നുള്ളൂ. വലിയ കാര്യങ്ങളൊന്നും തരുന്നില്ല. അപ്പൊ ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ ഡേ 1 എന്ന് പറയുന്നത് ഡിക്ലറ്ററിംഗ് ആണ്. ഓക്കെ, എന്താണ് ഡിക്ലറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ മൈൻഡിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കളയേണ്ടതുണ്ടാവും, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാം നമുക്ക് നിങ്ങൾ ഒരു ആക്ടിവിറ്റി ഞാൻ തരാം കേട്ടോ. ഇപ്പൊ ഒന്ന് സൈലന്റ് ആയിട്ട് എല്ലാവരും ഇരുന്ന്, ആരും മിണ്ടാൻ പാടില്ല, അനങ്ങാൻ പാടില്ല. എന്നിട്ട് നിങ്ങളുടെ ഇപ്പൊ നമ്മുടെ ഒരു മനുഷ്യൻ മിണ്ടാതിരുന്ന 60,000 ചിന്തകൾ വരും, അല്ലേ? ഇതിലുള്ള ഒരു ചിന്തയെ നിങ്ങളോട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ഏത് ചിന്തയാണ് എൻ്റെ അടുത്ത് പറയാന്ന് പറയണം കേട്ടോ. ഒരു ചിന്തയെ സ്പെസിഫിക് ആയിട്ട് കിട്ടുന്നില്ല എന്ന് തന്നെ പറയണം. അതിനൊക്കെയുള്ള റെമഡി ഞാനിപ്പോ പറയും കേട്ടോ. ഒരു ചിന്തയെ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ പറയാണ്. കണ്ണടക്കുക. നിങ്ങളുടെ മൈൻഡിലോട്ട് ഫോക്കസ് പോട്ടെ. ബ്രെയിനിൽ ഇങ്ങനെ പല ചിന്തകൾ. ചില ആൾക്കാർ ഗ്യാസുമ്മലൊന്നും സാധനം വെച്ചിട്ട് എന്റെ ക്ലാസ് കാണാൻ നിൽക്കരുതേ, അതിന്റെ കാര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ അല്ലാതെ നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുക. 2 മിനിറ്റ്സ് ഞാൻ തരുകയാണ്. എല്ലാവരും ചിന്തിച്ചോളൂ. നമ്മുടെ ഏറ്റവും ഡൊമൈൻ ആയിട്ട് നിൽക്കുന്ന ഒരു തോട്ട് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ആർക്കെങ്കിലും ഇത് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ചിന്തയെ കണ്ണടച്ചു നോക്ക് കേട്ടോ. കാരണം ഇതിന്റെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ വേണം. എനിക്കൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചിട്ട് മിണ്ടണ്ട കേട്ടോ. കുറേ ചിന്തകൾ വരുന്നുണ്ടാവും. 60,000 തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും ഓരോ മിനിറ്റിലും. അപ്പം അതിലേതെങ്കിലും ഒരു ചിന്ത. പിന്നെ ഒന്ന് കണ്ണ് മെല്ലെ തുറന്നേ. ഏതെങ്കിലും ഒരു ചിന്തയെ നിങ്ങൾക്ക് അത് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയോ? മാം, ഞാൻ പറഞ്ഞോട്ടെ? ഓ ഷുവർ ഷുവർ മാം. സർ എന്റെ മുമ്പില് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മാം? ഓ ഷുവർ ഷുവർ, പറഞ്ഞോ സർ, പറഞ്ഞോ. എന്റെ മോന്റെ വൈഫ് ഡെലിവറിക്ക് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. ചിന്തയാണ്. ഓക്കെ, നമുക്ക് ഒരു ചിന്തയെ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണോ? ഉൽഹൻ സർ, ഡോക്ടർ മെഡിറ്റേറ്റ് ചെയ്യുന്നതാണോ ഡോക്ടറെ? അതെ. അപ്പം ഞാൻ പറയട്ടെ, ഞാനിത് പഠിപ്പിക്കും കേട്ടോ. പ്രോപ്പറായ രീതിയിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിപ്പിക്കും. അത് കുറച്ച് നമ്മളൊന്ന് സെറ്റായിട്ടാണ് പഠിപ്പിക്കുക. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒരു നോർമൽ പേഴ്സൺ, സാധാരണ നമ്മുടെ ആൾക്കാർക്ക് ഒരു ചിന്തയെ മാത്രം എടുക്കാൻ വേണ്ടി പറ്റൂല. എന്താണെന്നറിയോ? ഇങ്ങനെ കയറി വന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഈ വരുത്തും പോക്കും നിർത്തണം എന്ന് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടി പഠിക്കണം, അല്ലേ? ഇത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി എളുപ്പം എന്താണെന്നറിയോ?
നമ്മൾ കണ്ടിട്ടില്ല ഒരു ക്ലാസ് റൂമിലൊക്കെ നമ്മൾ കയറി പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചയും ബഹളമായിരിക്കും. ടീച്ചർ ഇല്ലാത്ത ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുണ്ടാവും ഡെസ്കിന്റെ മുകളിൽ, ഒന്നുണ്ടാവും തറയിൽ കൂടി ഓടിക്കളിക്കുന്ന, ഒന്നുണ്ടാവും അടിപിടി കൂടുന്നല്ല, എങ്ങനെയായിരിക്കൂലേ. അപ്പോഴത്തേക്ക് ഹെഡ് മാഷ് കയറി വീഴുന്നപ്പോഴത്തേക്ക് ഒരു പിന്ന് നിലത്തിട്ടാ കേൾക്കുന്ന സൈലന്റ് ആയിരിക്കും അല്ലേ. അതുപോലെ നമുക്ക് നമ്മുടെ ചിന്തകൾ പലതും വന്നോട്ടെ, നമ്മൾ വിചാരിച്ച അതവിടെ എന്തിനാ ഇപ്പൊ വന്നേന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിൽക്കാൻ വേണ്ടിട്ട് നമുക്ക് നമ്മുടെ തോട്ട്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. ആ ഒരു ലെവലിലേക്ക് പോകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എങ്ങനെ നമ്മുടെ തോട്ട്സിനെ മാസ്റ്റർ ചെയ്യണം എന്നുള്ള പഠിക്കണം എന്നുള്ളത്. മെസ്സേജ് ഇട്ടോ കേട്ടോ. യെസ്, അത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ. അത് ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തതിന് ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് നമ്മുടെ തോട്ട്സിനെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോഴാണ് വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അങ്ങ് അയച്ചു വിടുക കേട്ടോ. നമ്മൾ എന്ത് സാധനത്തിന് ഇങ്ങോട്ട് വാന്ന് പറയുമ്പോഴത്തേക്ക് അത് അങ്ങോട്ടേ പോവുള്ളൂ. അതെന്താ ഇങ്ങനെ, അതിൻ്റെ കൂടി ക്വസ്റ്റ്യൻ ഇതാക്കാൻ ശ്രമിക്കാതെ നമ്മൾ സിമ്പിൾ ആയിട്ട് തന്നെ കാണാം. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം എന്റെ മനസ്സിൽ ഇപ്പം വന്നൊരു ചിന്ത, ഇപ്പം ഇതിപ്പോ അടുത്ത് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം ഞാനിപ്പോ എന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരിക്കും. അപ്പം ഇത് പറയുമ്പം ഓരോ വാക്കുകൾ നമ്മൾ പറയുമ്പോഴും ഈ വാക്കിന്റെ പവർ, ശക്തി, സൈലൻസിന്റെ ഇമ്പോർട്ടൻസ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോ വാക്കുമാണ് നമ്മുടെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കിട്ടുന്നത്, നമ്മുടെ റിയാലിറ്റി എന്ന് മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അപ്പം നിങ്ങൾ പറയാനും എടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും കേട്ടോ. അതിന്റെ ഗുണം എന്താണെന്നറിയോ? ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ തമ്മിൽ നല്ല സംസാരമൊക്കെ നടക്കുകയാണെന്ന് വിചാരിച്ചോ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞിട്ട് അവൾ അങ്ങനെ ചെയ്തു, അയ്യോ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ഇയാൾ പറഞ്ഞതേ നമുക്ക് കേട്ടിട്ടുള്ളൂ, ഇപ്പുറത്തുള്ള ആള് പറഞ്ഞ നമ്മളൊന്നും കേട്ടിട്ടില്ല. അപ്പൊ നമ്മുടെ അഭിപ്രായം അങ്ങോട്ട് പറഞ്ഞു, ഇവരുടെ മൈൻഡില് പ്രശ്നത്തിന്റെ അളവ് കൂടുകയല്ലേ ഉള്ളൂ. അതേ സ്ഥാനത്ത് നമുക്ക് അറിയാത്ത കാര്യത്തിൽ നമ്മൾ അഭിപ്രായം പറയാതിരുന്നാല് നമുക്ക് കുറച്ചുകൂടെ ഗുണമുള്ള കാര്യമല്ലേ, അല്ലേ? അപ്പം അതുപോലെ നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തകളെയും നമ്മൾ നോക്കിയിട്ട് ഇവർക്ക് തന്നെ ഇത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഒന്ന് എഴുതി തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും മൈൻഡ് ക്ലെൻസ് ചെയ്യുന്ന ഒരു ലെറ്റർ അങ്ങ് എഴുതുക. മനസ്സിലായോ? ഇത് മോശം ചിന്തയാണെന്നുണ്ടെങ്കിൽ അത് എഴുതിയിട്ട് അങ്ങ് കത്തിച്ചളയാം. അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അത് അങ്ങോട്ടേക്ക് കയറും. ഇത് എനിക്ക് വേണ്ടാന്നുള്ളത്. കാരണം നമ്മുടെ മൈൻഡിനെ അറിയില്ല. നിങ്ങളുടെ ഇപ്പം ഷിംസിത്ത ആണെങ്കിൽ ഇത് ആണാണോ പെണ്ണാണോ എന്ന് മൈൻഡിന് അറിയില്ല. നിങ്ങൾ നാട്ടിലാണോ കുവൈത്തിലാണോ എന്ന് അറിയില്ല. നിങ്ങളല്ലെങ്കിൽ അമേരിക്കയിലാണോ, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ബോഡി ബിൽഡർ ആണോ, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ആളാണോ, ഒരു കാര്യം മൂപ്പർക്ക് അറിയില്ല. നിങ്ങൾ പറയുന്നതാണ് മൂപ്പര് വിശ്വസിക്കുന്നത്. മനസ്സിലായോ? എപ്പോഴും നമുക്ക് എന്താണോ വേണ്ടത് അത് പറയുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് അലേർട്ടായിട്ട് നിൽക്കും. അതിന് വേണ്ടുന്ന കാര്യങ്ങളും സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അതിലെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് സുഖം ഇല്ല എന്ന് പറയുന്നിടത്ത് മുതൽ നമ്മൾ രോഗിയായി തുടങ്ങും അല്ലേ. എനിക്ക് വണ്ണം കുറക്കാൻ പറ്റുന്നില്ലോ എന്ന് പറയുന്നിടത്ത് മുതൽ നമ്മുടെ വണ്ണം കുറയേയില്ല. അതേ സ്ഥാനത്ത് എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് എന്ന് പറയുന്ന ഒരു മൊമെന്റ് മുതൽ നമ്മൾ മാറി തുടങ്ങും. അതിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരാൻ തുടങ്ങും. ഇങ്ങനെ ഓരോരോ അവസരങ്ങൾ നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. നമ്മളിപ്പം എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ പറഞ്ഞെടുത്ത് നമ്മൾ ഓൾറെഡി ഞാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടെ നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കാം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ചിന്തയായിരിക്കും. എന്നെ കൊണ്ട് പറ്റുന്നില്ല. നോക്കുമ്പോ എന്താ, നമ്മുടെ മൈൻഡ് തന്നെ അതിന് വേണ്ടുന്ന കുറെ കാര്യങ്ങൾ, സിറ്റുവേഷൻസ് ഒക്കെ കണ്ടുപിടിക്കും, റീസൺ കണ്ടുപിടിക്കും. എന്നെ കൊണ്ട് പറ്റൂല, എന്തുകൊണ്ട് എനിക്ക് ഇവിടെ പോകണം, അവിടെ പോകണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഈ പ്രൊക്കാസിനേഷൻ എന്നൊക്കെ പറഞ്ഞ് മാറ്റി മാറ്റി വെച്ച് ഒരു പരിപാടി നടക്കും. അത് മര്യാദയ്ക്ക് ചെയ്തോ അതും ഇല്ല, ഇത് മര്യാദയ്ക്ക് ചെയ്തോ ഇതും ഇല്ല. ഈ ഒരു അവസ്ഥയിൽ അത് അവിയൽ രൂപത്തിലാവും. അപ്പൊ ഇതിനൊക്കെ ഒന്ന് ഓർഡർ ആക്കി എടുത്തിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒന്ന് ഫ്രീ ആക്കി ഇടുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഇതിൽ ഡേ 1 ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്ലറ്ററിംഗ് ആണ്. അപ്പൊ നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രിഡ്ജിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ജസ്റ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒന്ന് ഫ്രിഡ്ജിലോട്ടേക്ക് നോക്കുക. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമില്ലാത്തതെന്നൊന്ന് നോക്കുക. മനസ്സിലായോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യങ്ങൾ 2 ആഴ്ചയിൽ കൂടുതൽ കുക്ക് ചെയ്ത സാധനമാണെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാത്തതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായോ? ഇനിയിപ്പോ കുക്ക് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് നോക്കി കറക്റ്റ് അതിന്റെ ഒരു മാക്സിമം ഡേറ്റ് ആയിരിക്കും ഒരു എക്സ്പയറി ആയിട്ട് കൊടുത്തത്. അതിന്റെ ഒരു മാസം മുന്നേ നിർത്താൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ. ഓപ്പൺ ചെയ്ത പാക്കറ്റുകളാണ് 2 വീക്സ്. അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടുന്നത് മാത്രം വെക്കുക. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ പോലെയല്ല, നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല
എന്താണ് നല്ലത്, എന്താണ് ചീത്ത. അവരൊക്കെ ചിലപ്പോൾ അറിയാതൊക്കെ കഴിക്കുമ്പോൾ ഇതൊക്കെ പോയിസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. വേണ്ടുന്ന സാധനങ്ങൾ നിങ്ങൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരുമിച്ച് വെക്കാൻ പാടില്ല. ഓരോന്ന് സെപ്പറേറ്റ് കവർ ചെയ്തിട്ട് തന്നെ വെക്കുക. ഫ്രിഡ്ജ് ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരു ലെമണും കുറച്ച് അല്ലെങ്കിൽ സോൾട്ടും എന്താ ബേക്കിംഗ് സോഡ ഉണ്ട്, ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വെള്ളം വിനാഗിരി ഇട്ടിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് നല്ലൊരു ടവൽ വെച്ച് തുടച്ച് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ ഐസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോക്കി ക്ലീൻ ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ഫിഷും ചിക്കനും ഒക്കെ വെക്കുന്ന ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ബോക്സിലാക്കിയിട്ട് വെക്കുക. ഇനി കറികളൊക്കെ വെക്കുന്നതാണെങ്കിൽ സ്റ്റോറേജ് കണ്ടെയ്നർ ക്ലോസ് ചെയ്തിട്ട് വെക്കുക. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇപ്പൊ തന്നെ, ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, അപ്പൊ നിങ്ങൾ ഇന്നിപ്പൊ തന്നെ എഴുതി തുടങ്ങിക്കുക. നാളത്തേക്ക് മാറ്റി വെക്കുന്ന പരിപാടി ഇവിടെ ഇല്ല കേട്ടോ. എല്ലാം ഇന്ന് ഇപ്പോൾ എനിക്ക് എന്ത് വേണം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി അങ്ങോട്ട് കേട്ടോ. അപ്പൊ പേപ്പറിൽ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഡിക്ലറ്ററിങ് ക്ലീനിങ്ങിൽ ഏതൊക്കെ സ്പേസുകളാണെന്ന് എഴുതി വെക്ക്. 3 കാര്യം, 3 സ്ഥലങ്ങൾ ഏതൊക്കെ ആയിരിക്കാം അത് നമുക്ക് പ്രയോറിറ്റി ചെയ്തിട്ട് ഇപ്പൊ തന്നെ എഴുതി വെക്കുക, ഏതൊക്കെ ദിവസത്തിൽ ചെയ്യും എന്നുള്ള കാര്യം. എല്ലാ ദിവസവും 15 to 20 മിനിറ്റ്സ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഡിക്ലറ്ററിങ്ങിന് വേണ്ടിയിട്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊരു ദിവസം മുഴുവൻ വൃത്തിയാക്കലിന് വേണ്ടി പോകും. മനസ്സിലായോ? ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട്, എല്ലാം വലിച്ചു വാരി ഇടണ്ട. ഓരോ ദിവസം ഓരോ സ്പേസ് നമ്മൾ എടുക്കുക. ഇന്നിപ്പോ ഫ്രിഡ്ജാണ് ഞാൻ പറഞ്ഞത്, ആ ഫ്രിഡ്ജിന്റെ ഏരിയ നിങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റണം. വേറൊരു കാര്യം പറയട്ടെ, നമ്മളെ വീട്ടിൽ ഓരോന്നിനും ഓരോ സ്പേസ് ഉണ്ടായിരിക്കണം. ആ സ്പേസ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ നിങ്ങളെ വീട്ടിലെ വേസ്റ്റ് ആണ്. മനസ്സിലായോ? കാരണം ഇൻ കേസ് നമ്മൾ ഇന്നൊരു ദിവസം ഇവിടുന്ന് മാറി നിൽക്കുവാണെങ്കിലും മക്കളുടെ അടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം ഈ വിക്സ് എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ടാബ്ലറ്റ് ഇന്ന സ്ഥലത്ത് ഉണ്ടാവണം എന്നുള്ളത്. കാരണം നമ്മുടെ വീട്ടിലുള്ള ഓരോ കോണും പൂക്കും എല്ലാവർക്കും ഈ സ്ഥലം ഇവിടെ മാത്രമാണെന്നുള്ളൊരു വീടാണ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വീട്. ഓരോന്നിനും ഓരോ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് തുടങ്ങുക കേട്ടോ. കാരണം എല്ലാവർക്കും എല്ലാ സ്ഥലവും, പ്രത്യേകിച്ച് ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാപ്കിൻസ് പോലും വെക്കുന്ന സ്ഥലത്തിന് ആ സ്പെസിഫിക് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അതേ കിട്ടൂന്ന് അവർക്ക് അറിയാൻ വേണ്ടി പറ്റണം. മനസ്സിലായോ? കാരണം വെറുതെ വലിച്ചു വാരി ഇടുന്ന വീടുകളുടെ ഒക്കെ ഏറ്റവും നമ്മുടെ ഒരു അടുക്കും ചിട്ടയും ഭരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ്. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ എല്ലാം ഒരേ പണിയാണ്. എല്ലാം ഈ അലക്കലും തുടക്കലും ക്ലീൻ ചെയ്യലും മതിയോ? നമുക്ക് ലൈഫിന് ഒരു പേർപ്പസും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടാവും. നമ്മുടെ ഹോബീസ് ഉണ്ടാവും, നമ്മുടെ പാഷൻ ഉണ്ടാവും. നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, നടക്കാൻ പുറത്തിറങ്ങി പോകണം, നമുക്കൊന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കണേ. കുറച്ചുകൂടെ കാര്യങ്ങൾ ഇനിയും വരുന്നുണ്ട്, ഇനി വരുന്ന ദിവസങ്ങളിൽ. ഇതൊക്കെ ചെയ്യണേ നമുക്ക് സമയം വേണം. എല്ലാം നീ തുടച്ചു നിന്നാ മതിയോ? മനസ്സിലായോ? എല്ലാ ദിവസവും 20 മിനിറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും. എല്ലാ ദിവസവും നിങ്ങൾ ആ ഒരു 20 മിനിറ്റ്സേ ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും. ഞാനൊരു റിയാലിറ്റി പറയാം. ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഇവിടെ ഇങ്ങനെ ടോയ്സ് ഇങ്ങനെ വലിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പം ടോയ്സ് എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആയിരിക്കും അപ്പുറത്ത് എന്തെങ്കിലും സാധനം കണ്ടിട്ടുണ്ടാവുക. ഇത് പകുതി ആക്കി വെക്കുന്നതിനിടക്ക് മറ്റേടത്ത് പോകും. അപ്പം ബാത്റൂമിൽ ഉണ്ടാവും പിള്ളേർ മെസ്സാക്കുക. ബാത്റൂം ക്ലീൻ ചെയ്യാം, ഒരു പരിപാടി നടക്കും. അപ്പോഴത്തേക്ക് ബെഡ്ഷീറ്റ് മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും അലക്കാൻ വേണ്ടി, അതിന് പോയി അങ്ങനെ ചെയ്യുന്ന ചെറിയ ആൾക്കാരെങ്കിലും ഉണ്ടാവും. അപ്പം ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ 3rd ഡേ ആണ് വരുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു ദിവസം ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കേട്ടോ. അത് ഞാൻ പഠിപ്പിച്ചു തരാം കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇന്ന് പറയുന്ന ഡേ 1 മെയിൻ ആയിട്ടുള്ള ടാസ്ക് ആണിത്. നിങ്ങൾ ഡിക്ലറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. നിങ്ങളുടെ ഡ്രസ്സുകൾ എവിടെയാണ് വെക്കേണ്ടത്, നിങ്ങളുടെ ഇന്നർ വെയർസ് എവിടെയാണ് വെക്കേണ്ടത്, നിങ്ങളുടെ മെഡിസിൻസ് എവിടെയാണ് വെക്കേണ്ടത്. അതേപോലെ നമ്മൾ ഓരോന്നിനും ഓരോ സ്പേസ് കൊടുത്തിട്ട് അവിടെ പോയി ആർക്കും അത് അപ്പുറത്തെ വീട്ടിലെ ആൾക്ക് പോലും എടുത്തിട്ട് കൊണ്ടുതരാൻ വേണ്ടി പറ്റണം. നിങ്ങളുടെ സാധനങ്ങൾ ഓരോന്നും ഓരോ സ്പേസിലായിട്ട് വെക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാം. ഇത് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന അന്നേരം തന്നെ അവിടെ തന്നെ വെക്കേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. അത് ടേബിൾ മേലിട്ട് ടേബിൾ ടോപ്പ് ഒക്കെ ഇങ്ങനെ വൃത്തികേടാക്കി വെക്കേണ്ട ആവശ്യമില്ല. കുട്ടികളടുത്ത് കഴിക്കുമോ എന്നുള്ള പേടിയില്ല അല്ലെ. ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത് ഒരു സ്ഥലം ഓർഗനൈസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, അതിന്റെ ഗുണം മനസ്സിലാവും. കാരണം സ്പേസ് കുറച്ചധികം കിട്ടും. മനസ്സിലായോ? സ്പേസ് അപ്പൊ പഴയതിന്റെ എക്സ്പയറി നോക്കാൻ വേണ്ടി പറ്റും, അത് കളയാൻ വേണ്ടി പറ്റും. പിന്നെ സ്ഥലം കിട്ടുവാണ്. വീട് ഭയങ്കരമായിട്ട് ഒതുങ്ങി വരും. വീട്ടിൽ സ്ഥലം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. വെറുതെ വലിച്ചു വാരുന്നതിനെക്കാട്ടും നല്ലത് കുറേ സ്ഥലം കിടക്കുകയാണ്. കാലി സ്പേസ് അല്ലേ നമുക്ക് ഇഷ്ടം. പുതിയ സാധനങ്ങൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് തന്നെ ഒരു വീട്ടിലോട്ടേക്ക് ഇപ്പൊ പുറത്തൊക്കെ പോയി ഒന്ന് തുറന്ന് വരുമ്പോ എന്താ സുഖം. എന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്വർഗം പോലെ നമുക്ക് ഫീൽ ചെയ്യാണ് നമ്മുടെ വീട് അല്ലേ. പിന്നെ ഡെയിലി ഈ ഡിക്ലറ്ററിങ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു നല്ല നിങ്ങൾക്കൊരു ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫ്ലേവർ ഉള്ള നമ്മൾ പുകയ്ക്കുന്ന എന്താണ്, ബഹൂറാണെങ്കിൽ ബഹൂർ, അല്ലെങ്കിൽ നിങ്ങൾ ചന്ദനത്തിരി ആണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം രാവിലെ തന്നെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ ഇനി വരുന്ന ദിവസം നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്.
അപ്പോഴത്തേക്ക് നിങ്ങളൊന്ന് വീട് ശരിക്കും പ്യുവർ ആയിട്ട് ഇരിക്കും. അതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഭയങ്കരമായിട്ട് അതിലോട്ടേക്ക് വരും. അത് നമുക്ക് തന്നെ തോന്നും ഇതൊക്കെ നമുക്ക് കുറെ ഞാൻ 10ാമത്തെ ദിവസം എത്തുമ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്ത് ഒരു 3 hours നിങ്ങൾക്ക് എപ്പോഴും എടുക്കാനുണ്ടായിരിക്കണം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബീന്റെ ബാക്കിലോട്ട് പോകാനുള്ള സമയം മനസ്സിലായോ? അത്ര നിങ്ങൾക്ക് കിട്ടും. അത്ര ഈസി ആവും കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇന്ന് ചെയ്യേണ്ട കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്ക്. എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങൾ എഴുതി വെച്ച ഐശ്വര്യ ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് നമ്മളുടെ ചിരിച്ചിട്ടുള്ള ഒരു സ്മൈൽ, ഒരു സെൽഫി എടുത്തിട്ട് സ്ക്രീൻ ഷെയർ ആക്കാനുള്ളത്. പിന്നെ എന്താ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാനുള്ളത്. പിന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് വെക്കാനുള്ളത്. അറേഞ്ച് ചെയ്തിട്ട് വെക്കാന്നുള്ളത് ഒരു 15 മിനിറ്റ് മാത്രമേ ഇന്ന് സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എല്ലാ ദിവസവും 15 മിനിറ്റ് മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇന്നത്തെ ദിവസം കുട്ടീനെ പഠിപ്പിക്കേണ്ടതൊക്കെ മാറ്റി വെച്ചിട്ട് വേണ്ട നിങ്ങൾ ഈ വൃത്തിയാക്കാൻ നിൽക്കല്ലേ കേട്ടോ. അതൊക്കെ ഉണ്ടാവും. 15 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതിനു വേണ്ടിയിട്ടായിരിക്കണം. മനസ്സിലായോ? കാരണം എന്താണെന്നറിയോ, നമ്മൾ ചെയ്യുന്ന ഒരു പുതിയ കാര്യം ഒരിക്കലും വലിയ ബൾക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ എൻ്റെ ജേർണി ഒരിക്കലും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റൂല. നമുക്കത് എപ്പോഴും ഒരു പെയിൻ ആയിട്ട് ഫീൽ ചെയ്യും. അത് ചെയ്യണല്ലോ എന്നുള്ള മെന്റാലിറ്റിയോടെയാണ് നമ്മൾ അത് അപ്രോച്ച് ചെയ്യുക. അങ്ങനെ വേണ്ട. ഇത്രയല്ലേ ഉള്ളൂ, 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ ഒരു തോട്ടോടുകൂടെ എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് കാണാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം. മനസ്സിലായോ? വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടും നല്ല ചെറിയ ചെറിയ ഇമ്മീഡിയറ്റ് സ്റ്റെപ്പുകൾ എടുക്കുക. ഈ ഡിക്ലറ്ററിങ്ങിന്റെ കാര്യം തന്നെ നിങ്ങൾ ഇപ്പൊ ഒന്ന് സമയം എടുത്ത് എഴുതുക. ഇന്നത്തെ ദിവസം നമുക്ക് ഒരു 3 മാസത്തിലധികം നമ്മൾ ഉപയോഗിക്കാതെ ഇട്ട സാധനങ്ങളൊക്കെ ചിലപ്പം പഴയതായിരിക്കും. ഞാൻ ചെയ്ത ഒരു ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ഞാൻ പറയാം. നമ്മൾ ബാക്ക് ടു സ്കൂളൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ബാഗുകളൊക്കെ എടുത്ത് വെക്കും, ബുക്കൊക്കെ എടുത്ത് വെക്കുമല്ലോ. ബുക്കൊക്കെ എടുത്ത് വെച്ച് അതിങ്ങനെ കൂടി വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഉപയോഗിക്കാൻ പറ്റൂല അടുത്ത വർഷം, അല്ലെ? കുട്ടികളെ പുതിയ ക്ലാസ്സിലേക്ക് പോവാണ്. ആ ബാഗുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. ചിലപ്പോൾ നല്ല ബാഗായിരിക്കും, പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്കത് വാഷ് ചെയ്തിട്ടും സിബൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ ശരിയാക്കി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അല്ല നമ്മൾ ഉപയോഗിക്കില്ല എന്നുണ്ടെങ്കിൽ നല്ല കണ്ടീഷനിലാണെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്ന രീതിയിൽ വെറുതെ വേസ്റ്റ് ബിന്നിൽ വലിച്ചെറിയാതെ അവിടെ എവിടെയെങ്കിലും വെക്കുക. ചോദിക്കുക, വേണ്ടെങ്കിൽ നിങ്ങൾ അത് ഡിക്ലറ്റർ ചെയ്യുക, ഒഴിവാക്കുക. നമ്മുടെ റൂമിൽ സ്പേസ് കൊടുക്കുക നമ്മൾ. കാരണം ഈ റൂമിൽ സ്പേസ് കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളടുത്ത് പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രോ ആയിട്ട് മാറാൻ പോവാണ്. ഞാൻ ഭയങ്കര വെൽ ഓർഗനൈസ്ഡ് ആണ്, നമുക്ക് തന്നെ തോട്ട് വരും. വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ വെക്കും തോറും ഇതേപോലെ തന്നെ കുറെ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും. മെമ്മറീസ് ആയിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റുകൾ കൊണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടില് എന്താ പറയാ, എനിക്ക് തോന്നുക മൂപ്പർക്ക് ഒരു 38 വയസ്സായി. 38 വയസ്സായിട്ടുള്ള ആളുടെ പോളിയോ കൊടുത്ത ഷീറ്റ് വരെ ഇട്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? അത്രയും അറ്റാച്ച്മെന്റ് അവർക്ക് ഇഷ്ടം കൊണ്ട് കൊണ്ടുവെക്കുന്നതാണ്. ഞാൻ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് എത്ര കാലം ഉപയോഗിച്ച സാധനങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ വെച്ച് നമ്മുടെ വീട്ടിന്റെ സ്പേസ് കുറക്കുന്നതിന്റെ ഉത്തരവാദിത്തം നമ്മളെടുത്ത്. നമ്മൾ പുതിയൊരു വീടെടുത്ത് പഴയ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചാൽ പുതിയതിന് വരാൻ വേണ്ടി സ്ഥലം വേണ്ടേ? നമ്മൾ സ്പേസ് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ മൈൻഡിലും സ്പേസ് കൊടുക്കണം. അപ്പൊ മൈൻഡിൽ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യേണ്ട ഒരു ഇമ്മീഡിയറ്റ് സ്റ്റെപ്പാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം ഇന്ന് എന്തായാലും എഴുതണം. ഇപ്പൊ തന്നെ ഞാൻ ഒരു 5 മിനിറ്റ് തരും, ഇവിടെ നിന്ന് തന്നെ എഴുതിക്കോ. കാരണം നിങ്ങൾ ഇത് കഴിഞ്ഞ് ഇത് കൂട്ടി വെച്ച് പോകും എല്ലാവരും. എന്തെങ്കിലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഇൻസിഡന്റ് നിങ്ങൾ എടുക്കുക, അത് നിങ്ങൾ എഴുതിക്കോ എല്ലാവരും. ആ ബുക്കിൽ ഒരു പേപ്പറിൽ മനസ്സ് തുറന്നങ്ങ് എഴുതിക്കോ കേട്ടോ. ആരും കാണാനും വായിക്കാനും ഒന്നും പോകുന്നില്ല, നിങ്ങൾ എഴുതുക. ഒരു 5 മിനിറ്റ് സമയം തരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കേ. പിന്നെ ഡൗട്ട് അത് മുമ്പ് കഴിഞ്ഞ സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ ഉണ്ടായ ഇൻസിഡന്റ് ഉദ്ദേശിക്കുന്നത്? മ്യൂട്ടാണിപ്പോ. ഓക്കെ, എന്തും എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണെന്നറിയോ,
ഇതിൽ നടക്കുന്ന ഏറ്റവും വലിയ മിറാക്കിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളത് എഴുതണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളായിട്ട് മനസ്സിൽ തന്നെ അതങ്ങ് റിലീസ് ചെയ്താണ്. മനസ്സിലായി? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ചിന്ത വന്നല്ലോ നമുക്ക്. അത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രോസസ് ചെയ്യണ്ട, പേപ്പറിലോട്ട് എഴുതുക. നന്നായിട്ട് അങ്ങ് തുറന്ന് എഴുതിക്കോ. ടു ദ പോയിന്റ് ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പെയിൻഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് എല്ലാം അങ്ങ് എഴുതുക. ഒരു കത്ത് എഴുതുന്ന പോലെ എഴുതുക, തുറന്നങ്ങ് എഴുതുക. ഇതിൽ ചില ആൾക്കാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ലൈഫ് സ്റ്റൈൽ ഇതുമായിട്ട് എന്താ ബന്ധം മൈൻഡുമായിട്ട്? എല്ലാം മൈൻഡിന്റെ കളിയാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പരെ ഒന്ന് അടക്കി നിർത്തിയിട്ടില്ല ഒരു സ്ഥലത്തും പിടിച്ചാൽ കിട്ടൂല നിങ്ങളെ. ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആവുക എന്നുള്ളത്. ഇതിവിടെ കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾ പിന്നെ ഈ റുട്ടീൻ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഹാപ്പി ആവുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായി എന്തിനാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ള തോട്ട് നിങ്ങൾക്ക് ഡെഫിനിഷൻ അടക്കം കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അടുത്ത ദിവസങ്ങളിൽ ഞാൻ നമുക്ക് എന്താണോ എന്താണ് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഗോളുകൾ വ്യത്യാസമായിരിക്കും. ആ ഗോളിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനൊക്കെ ഇനി വരുന്ന ഒരു 5th ഡേ മുതൽ അതായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു ഒരു മാജിക് ആയിട്ടുള്ള ഒരു കീയും കൂടെ ഞാൻ തരാം. ആ താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടപ്പോ തുറക്കാം, നിങ്ങൾക്ക് വേണ്ടപ്പോ ക്ലോസ് ചെയ്യാം. ഓക്കെ. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അതിനി വായിക്കാൻ പോരുതേ. നമ്മൾ വേണ്ടാത്ത പേരുകളാണ് എഴുതിയിട്ടുള്ളത്. അത് നമുക്ക് വേണ്ടാത്തതാണ് കേട്ടോ. അത് പിന്നെയും തിരിച്ചും മറിച്ചും വായിച്ച് തലയിൽ തന്നെ കേട്ടല്ല. അപ്പൊ എഴുതിയ സാധനം തിരിഞ്ഞു നോക്കാതെ മിണ്ടാതെ ഉരിയാടാതെ പോയിട്ട് കത്തിച്ചറിഞ്ഞാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ടിയർ ചെയ്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലോ ഫ്ലഷ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും അത് കളയാട്ടോ. അങ്ങനെ കളയുമ്പോഴുള്ള ഗുണം ഇനി പിന്നെ അങ്ങോട്ടേക്ക് കയറൂല കേട്ടോ. നിങ്ങൾ വിചാരിച്ചാലും മൂപ്പർ അത് ഡിസ്ട്രാക്റ്റഡ് ആയി, നിങ്ങളുമായിട്ട് ഡിസ്കണക്ട് ആയി. അത് പോകുന്നത് നിങ്ങൾ കാണുവാണ് ഇവിടുന്ന് തന്നെ. മനസ്സിലായോ? ഈസി അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് വരുന്ന എത്ര പ്രാവശ്യം ഒരു ദിവസം ചെയ്യാൻ വേണ്ടി പറ്റും കുറേ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്റെ കൂടെ കഴിഞ്ഞ ഹാപ്പിനെസ് ചലഞ്ചില് വന്നിട്ടുണ്ടായിരുന്ന ഒരാളുണ്ട്. ഇപ്പൊ എഴുതാനൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. ഒരാഴ്ചയായിട്ടേ ഉള്ളൂ. മൂപ്പരെല്ലാം തീർന്നു. അങ്ങനെ ആവണം നമ്മള്. പ്യുവറായി വരണം. ഇതിന് ഒന്നും വേറെ മാസ്റ്റർ ചെയ്യാനൊന്നും വേറെ മെത്തേഡൊന്നും ഇല്ല. നമ്മൾ ഇച്ചിരി പണിയെടുക്കണം. എല്ലാത്തിനും ഷോർട്ട് കട്ട് നോക്കുന്ന ആളാണ് ഇവിടെ നിങ്ങളുടെ സ്പേസ് അല്ല. നിങ്ങൾക്ക് 10 ദിവസം നിങ്ങൾ മെനക്കെടണം. ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യണം. അത് ഭയങ്കര വേർത്തായിരിക്കും നിങ്ങൾക്ക്. 10 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾക്ക് സേവ് ചെയ്ത് കിട്ടുന്ന പോലെ ആയിരിക്കും. മനസ്സിലായോ? എന്തേലും അപ്പൊ ഇന്നത്തെ ടാസ്കുകൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു കേട്ടോ. ആകെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഡിക്ലറ്ററിങ് ആണ് കേട്ടോ. നമ്മൾ ഡിക്ലറ്റർ ചെയ്ത് തുടങ്ങുക. എനിക്ക് തോന്നുന്നു ദിലാന മാമിന് ഓർമ്മയുണ്ടോ, നമ്മള് ഫാറ്റ് മെൽറ്റ് തുടങ്ങിയ സമയത്ത് ഈ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. സൈനബ് ഇവിടെ ഉണ്ടോ? പോയോ? ഉണ്ട്. തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു 2000 ഫ്രിഡ്ജ്. ആ സമയത്തുള്ള കാര്യമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മള് തുറക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടാനുണ്ട് അല്ലേ? നമുക്ക് വൃത്തികേടായിട്ട് പൊടിയൊക്കെ തെരത്ത് വീട് ഇതൊക്കെ കാണുന്നതിനെക്കാട്ടും നല്ലതല്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രിഡ്ജ് അല്ലേ നിൽക്കാണ്ട് അലമാരി പോലെ പിള്ളേർ തുറന്ന് കളിക്കുന്നത്. ഒന്നും കാണാനുണ്ടാവില്ല. വൃത്തിയിൽ ഒതുക്കി വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും കാണാനുണ്ടാവും. ഒന്നും ഇവിടെ ഒന്നും ഇല്ല, കഴിഞ്ഞു അല്ലേ? നമ്മൾ വെക്കേണ്ടതൊക്കെ കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും അത്. ടൈം ഔട്ടായാ? ഞാൻ പോയി മീറ്റിംഗ്. 3 മിനിറ്റ് കൂടെ ഉണ്ട്, 3 മണിയാവാൻ. ഞാൻ എന്നെ കാണുന്നില്ല. അപ്പൊ ശരി, ഞങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതാണ് കാര്യം. അപ്പൊ ഓക്കെ അല്ലേ ഇന്നത്തെ കാര്യം? എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ട് ആ ഗ്രൂപ്പിൽ ചോദിച്ചോട്ടോ.
അപ്പം നാളെ ഒരു ഭയങ്കര അടിപൊളി സാധനമായിട്ടാണ് നമ്മൾ തരുന്നത്. ഈ ടൈം ഓക്കെ ആണോ എല്ലാവർക്കും? അല്ലെങ്കിൽ രാത്രിയാണോ രാവിലെ ആണോ എന്ന് പറയുവാണെങ്കിൽ നല്ലതാ. ഈ ടൈം ഓക്കെയാണ്. ഈ ടൈം ഓക്കെ ആണല്ലേ? ഈ ടൈമിൽ തന്നെ ഇരിക്കാന്നാല്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ചെയ്യുന്ന കാര്യങ്ങള് എല്ലാ ദിവസവും നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇന്ന് പറഞ്ഞ സാധനം നാളെ ഞാൻ പറയേയില്ല. നിങ്ങളത് ചെയ്തോണം. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളും ഏറ്റെടുക്കുക. നിങ്ങളെ മനസ്സിൽ നിങ്ങൾ എഴുതേണ്ട ഒരു കാര്യമാണ് എവറി ഡേ എവറി വേ ഐ ആം കമ്മിങ് ഔട്ട് ഓഫ് മൈ കംഫേർട്ട് സോൺ. നമ്മളെ കംഫേർട്ട് സോൺ നല്ല സുഖാണല്ലേ? പുതച്ച് മൂടി കുറച്ചു നേരം കൂടി കിടക്കാൻ നല്ല സുഖാണ് അല്ലേ? അവിടെ നിങ്ങൾ ഇറങ്ങി പോരും. നിങ്ങളുടെ 100% റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾക്ക് മാറി മാറി മാറി. അപ്പം ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് നമ്മൾ മൈൻഡിൽ വെക്കേണ്ട ഒരു വേർഡ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു മാജിക് വേർഡ് ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. പ്രാവശ്യമെങ്കിലും പറയണം നിങ്ങളത്. ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ്. ഞാൻ എല്ലായ്പ്പോഴും ഓർമ്മയുണ്ടാ? എല്ലാ എന്താ നമുക്കിവിടെ വേണ്ടത്? ഹാപ്പി. അതിന്റെ വേറൊരു വേർഡ് ആയിരുന്നല്ലോ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ വെച്ച് ഞാൻ എല്ലായ്പ്പോഴും സന്തോഷവതിയാണെന്നങ്ങ് പറഞ്ഞാൽ മതി. അത് ആർക്കായാലും നമ്മൾ ആ വേർഡ് പറയുമ്പോ തന്നെ അതങ്ങ് വന്നോളും മൈൻഡിലോട്ട്. ആദ്യത്തെ ദിവസമൊന്നും വരൂല. 2-3 ദിവസം കഴിയുന്നോടത്തേക്ക് കുറച്ചുകൂടെ അതുമായിട്ട് അടുത്തടുത്ത് അലൈൻഡായിട്ട് വരും. പിന്നെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. ഈ പറയുന്ന കാര്യമായിരിക്കും പിന്നെ നടക്കാൻ പോകുന്നത്. തോട്ട്സ് അതായിരിക്കും. അപ്പൊ ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഏറ്റവും മിനിമം ഒരു 11 പ്രാവശ്യമെങ്കിലും മൈൻഡിലോട്ട് കടന്നു പോട്ടെ കേട്ടോ. ഇനിയിപ്പോ അങ്ങനെ പറ്റാത്ത ആൾ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ അത് കാണുമ്പോഴത്തേക്ക് ഓർമ്മ വരില്ല. കിച്ചണിന്റെ ഇതുപോലത്തെ ഒരു സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് എവിടെയെങ്കിലും എഴുതി വെച്ചാൽ എളുപ്പമല്ലേ കാര്യം? അത് മാത്രമേ ഇന്ന് ചെയ്യാനുള്ളൂ. ഡിക്ലറ്ററിങ്ങും ഈ ഒരു വേർഡ് നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ എല്ലായ്പ്പോഴും സന്തോഷവതിയാണ്. അത് പ്രോസസ് ചെയ്തോളും. ഇന്നൊരു വ്യത്യാസവും കാണുക, നാളത്തേക്ക് അതിങ്ങനെ പ്രോസസ് ആയിക്കോളും. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് റെഡി ആയിരിക്കും. ക്ലാസ്സിന് വെയിറ്റിംഗ് ആയിരിക്കും. നാളെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് തരാൻ പോകുന്നത്. നാളെ ഉച്ചയ്ക്ക് ഇതേ സമയത്ത് കാണാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞ ആൾക്കാര് അപ്ഡേറ്റ് ചെയ്യണം ഡിക്ലറ്ററിങ്ങിന്റെ. ഓക്കെ, 20 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് മാത്രമേ ഇന്ന് എടുക്കാവൂ. ബാക്കി നാളെ നമുക്ക് പറ്റാം. എല്ലാ ദിവസവും 20 മിനിറ്റ് മാത്രം ചെലവാക്കിയാൽ മതി. എല്ലാം കൂടെ വലിച്ചു കാര്യമായിട്ട് പഠിക്കാനോ വിളിക്കാനാക്കരുത് കേട്ടോ. ഓക്കെ, 20 മിനിറ്റ് ചെയ്യാൻ വേണ്ടുന്ന ടാസ്ക് മാത്രം നമ്മൾ ഇന്നത്തെ ദിവസം എടുക്കുന്നത് കേട്ടോ. സാർ എന്തേ പറയാനുണ്ടോ? സാർ കുറെ നാളായി കണ്ടിട്ട്. ഞാൻ ട്രിപ്പിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. യാത്രയിലാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ കണ്ടു. ജപ്പാനാന്ന് തോന്നുന്നു അല്ലേ? ഇതിലൂടെ മുന്നോട്ട് എല്ലാ ദിവസവും വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടയായിട്ട് കയറാറില്ല. വീണ്ടും ഇപ്പോൾ ക്ലിനിക്കിൽ തിരക്കൊഴിവായി നിൽക്കുന്നൊരു സമയമാണ്. ജപ്പാൻ പോയതുകൊണ്ട് പലരും ബുക്കിംഗ് അതൊക്കെ മാറ്റി വെക്കേണ്ടി വന്നു. അപ്പൊ ആ ഒരു തിരക്കിൽ നിന്ന് ഒഴിവായി. ജിഷ മാം ഇങ്ങനെ ഒരു 10 ദിവസത്തെ ഒരു പ്രോഗ്രാം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഐ എം സോ ഹാപ്പി. കാരണം ഈ സന്തോഷം നമ്മുടെ കയ്യിലുള്ള സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയാതെ നമ്മൾ എവിടെയൊക്കെ ഓടുന്നൊരവസ്ഥയാണ്. അതിൽ നിന്നൊരു തിരിച്ചുവരവാണ് മാം ഈ ഒരു 20 ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞാൽ കയറിയത്. ഈ 25 മിനിറ്റിനകത്ത് തന്നത്. ആദ്യത്തെ ദിവസം ചെയ്യേണ്ട കാര്യം അത് ഓർത്തപ്പോൾ തന്നെ എനിക്ക് ചിരി വന്നുപോയി. നമുക്ക് ആവശ്യമുള്ള സാധനം എല്ലാം ഫ്രിഡ്ജിനകത്തേക്ക് തള്ളി കയറ്റി വയ്ക്കും. എന്നിട്ട് അത് അവിടെ ഉണ്ടെന്ന് പോലും അറിയാതെ അവസാനം എപ്പോഴെങ്കിലും കൈ എടുത്ത് ഇതെന്താ സാധനം, എൻ്റെ പ്രിയപ്പെട്ട സാധനം ആട കിടക്കണം, ഔട്ട് ഓഫ് ഡേറ്റ്, കഴിക്കാൻ പറ്റില്ല, അതെടുത്ത് വലിച്ചെറിയാനേ പറ്റൂ. ആക്ച്വലി 1 മന്ത് ഒന്ന് ഇതേപോലെ മാം ചെയ്ത പോലെ ഒന്ന് ക്ലീൻ ആയി ചെയ്തുകയാണെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ അത് കിടക്കും. ഇന്ന സ്ഥലത്ത് ഇന്ന സാധനമുണ്ട്. നമ്മൾ ഗസ്റ്റിന് വേണ്ടി ഒന്നും കൂടെ റീകോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം അതാണ്. ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. നിങ്ങളെ വീട്ടിലുള്ള എല്ലാത്ത ഔട്ട്സൈഡർ വന്നാൽ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം ഇന്ന സാധനം ഈ സ്ഥലത്തുണ്ട് എന്നുള്ളത്.
കാരണം പലർക്കും അറിയില്ല നമ്മൾ ഓരോ സാധനങ്ങൾ എവിടെയാ വെച്ചത് പോലും. എല്ലാരും അല്ല പറയുന്നത്. മോസ്റ്റ്ലി സാധാരണ ഉള്ള ഒരു ബിസി ലൈഫിലുള്ള ആൾക്കാരല്ലേ, സാധാരണ വീട്ടമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത്. പക്ഷെ അവർക്കാണ് ഇല്ലാത്തത് സമയം. എല്ലാ ദിവസവും ഈ ക്ലീനിങ്ങും കുക്കിങ്ങും മാത്രം മതിയോ? നമുക്ക് കുറെ ഫ്രീ ടൈം കിട്ടണം. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി. പഴയത് തന്നെ കുത്തിക്കയറ്റലും തിരിച്ച് എടുക്കലും ഉള്ളിലോട്ട് വെക്കലും തിരിക്കലും അതൊന്നും വേണ്ട. നമ്മൾ വെക്കേണ്ട സ്ഥലത്ത് വെക്കുക. ഇത് വേണോ വേണ്ടിയോ എന്ന് 2 പ്രാവശ്യം ചോദിക്കുക. വേണ്ടെങ്കിൽ നമുക്ക് കളയാട്ടോ. അപ്പം അതൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഞാനിത് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇപ്പൊ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും മിസ്സായ പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുക, റീകോൾ ചെയ്യുക. കാര്യങ്ങൾ ഇന്നത്തത് ഇന്ന് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. കാരണം നാളത്തേക്ക് നോക്കാന്ന് വെച്ചാൽ നാളെ പുതിയതാണ് വരുന്നത്. രണ്ടും കൂടെ മെസ്സാവും. പിന്നെയും നമ്മൾ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ പോകും. വേണ്ട, ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യാം കേട്ടോ. ഇവിടുന്ന് തന്നെ ലെറ്റർ കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, നമുക്ക് കുറേ എഴുതാനുണ്ടാവും. ആ എഴുതാനുള്ളതൊക്കെ എഴുതി തീർത്തിട്ട് എണീറ്റാൽ മതി. എന്നിട്ട് മതി സെൽഫി എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇതും അവിടെയാവും, അതും ഉണ്ടാവില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. നാളെ 30 മിനിറ്റ്. ഓക്കെ ഓക്കെ അല്ലേ? എന്നാ ഒന്ന് നന്നായിട്ട് ചിരിച്ചിട്ട് ഒരു താങ്ക് യു പറഞ്ഞേക്ക്. നമുക്ക് പോവാലോ. താങ്ക് യു. Thank you, Devi. Thank you so much. Bye. കഴിഞ്ഞു.